റിസോഴ്സ് ഓറിയൻറ്റഡ് സ്മാർട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം റോസ് ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പുനരവതരണമാണ് റോസ്. നമുക്ക് അറിയാവുന്നതുപോലെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായ മരിച്ചുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സാധാരണ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വ്യത്യാസം, മെഡിക്കൽ എഡ്യൂക്കേഷൻ, അത് മെഡിക്കൽ കോളേജുകളാണെങ്കിലും നഴ്സിംഗ് കോളേജുകളാണെങ്കിലും പാരാമെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നമുക്കറിയാവുന്നതാണത്. ആ വ്യത്യസ്തത കൊണ്ട് തന്നെ സാധാരണ കോളേജിലും സ്കൂളിലും ഉപയോഗിക്കുന്ന ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, നോർമൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ പലപ്പോഴും നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ അത് ഫിറ്റാകാതെ വരും. കാരണം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കണക്റ്റഡായി ഇന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുമായിട്ടും കൂടെ കണക്ട് ചെയ്താണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം തന്നെ പോകുന്നതും. അവർക്ക് തിയറി ക്ലാസ്സുകൾക്ക് പുറമേയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൂടെ കണക്റ്റഡ് ആകുന്നതിനും തിയറി സബ്ജക്റ്റുകൾ ഓറിയൻറ്റ് ചെയ്യുന്നതിനും അതിനെ ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസായിട്ട് ബിൽഡ് ചെയ്യുന്നതിനും ഓൺലൈൻ ലൈബ്രറി ഷെയറിങ് നടക്കുന്നതിനും ഒക്കെ നമുക്ക് മെഡിക്കൽ സൈഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിലനിർത്തിക്കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. റോസ് എന്ന നമ്മുടെ പുതിയ വെർഷനിലേക്ക് എത്തുമ്പോൾ, റിസോഴ്സ് ഓറിയൻറ്റഡ് സ്മാർട്ട് എഡ്യൂക്കേഷനിലേക്ക് എത്തുമ്പോൾ, ഇത് കംപ്ലീറ്റ്ലി ഒരു സ്മാർട്ട് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജിനെ, നഴ്സിംഗ് കോളേജിനെ അല്ലെ പാരാമെഡിക്കൽ കോളേജിനെ കംപ്ലീറ്റ്ലി സ്മാർട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നതിന്, സ്റ്റുഡൻസിനും ലെക്ചേഴ്സിനും ഒക്കെ തന്നെ സബ്ജക്റ്റ് വൈസ്, ക്ലാസ് വൈസ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്മാർട്ട് ഹാൻഡ്ലിങ് ചെയ്യുന്നതിന്, അറ്റൻഡൻസ് കംപ്ലീറ്റ്ലി സ്മാർട്ടാക്കുന്നതിന്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ പേരൻസുമായിട്ട് സ്മാർട്ട് കണക്ടിവിറ്റി ലഭിക്കുന്നതിന്, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറഞ്ഞ പഴയ നമ്മുടെ ഒരു ചിന്തയും കാലഘട്ടത്തെയും കുറച്ചുകൂടെ ഉന്നതമായ ഒരു തോട്ട് പ്രോസസ്സിൽ എത്തിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും സ്മാർട്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മുടെ റോസ്. ഇന്ന് അനേകം മെഡിക്കൽ കോളേജുകൾ അതിലേക്ക് വരുന്നുണ്ട്, നഴ്സിംഗ് കോളേജുകൾ വരുന്നുണ്ട്. ഗ്രേപ്സ് ഉപയോഗിക്കുന്ന മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ ആണ് റോസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 100% ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കും. പലപ്പോഴും ഗ്രേപ്സ് ഉപയോഗിക്കാത്ത മെഡിക്കൽ കോളേജുകളിൽ നിന്ന് റിക്വസ്റ്റ് വരാറുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം, EHR സിസ്റ്റം ഗ്രേപ്സ് ഉപയോഗിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് അല്പം കൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്നല്ലാതെ കംപ്ലീറ്റ് സ്മാർട്ട് റിസോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് പ്രയാസം വരും. നമ്മളും റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രേപ്സ് IDMR എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ്റെ സോഫ്റ്റ്വെയറോ, ഗ്രേപ്സ് സ്മാർട്ട് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സ്മാർട്ട് സോഫ്റ്റ്വെയറോ, അതർവൈസ് ഗ്രേപ്സ് AI എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയറോ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ കോളേജസിനും നഴ്സിംഗ് സ്കൂളുകൾക്കുമാണ് റോസ് യൂസ്ഫുൾ ആകുക. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസ് തിക്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. സ്റ്റുഡൻസിന് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ഇത് എത്രമാത്രം നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ആ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും, എന്നാൽ അത് കൃത്യമായിട്ട് എൻക്രിപ്റ്റ് ചെയ്യേണ്ട മേഖലകൾ എൻക്രിപ്റ്റഡ് ആക്കാനും, അതിൻ്റെ ഒരു ഡേറ്റ സെക്യൂരിറ്റി നമ്മുടെ മെഡിക്കൽ കോളേജ് വളരെ കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ പഠനത്തിന് സഹായമാകുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉപകരിക്കും. മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് റോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ക്ലയൻറ്റിന് ചിലപ്പം മെഡിക്കൽ കോളേജ് കാണും, നഴ്സിംഗ് കോളേജ് കാണും, നഴ്സിംഗ് സ്കൂൾ കാണും, പാരാമെഡിക്കൽ കോഴ്സസ് നടത്തുന്ന സംവിധാനങ്ങളുണ്ടാവും. അത് തന്നെ ഡിഫറെൻറ്റ് നെയിംസിലായിരിക്കും. ഡിഫറെൻറ്റ് ഹെഡിലുള്ള ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതും റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നതുമായ രീതിയിലാണ്. അതുപോലെ തന്നെ ജിയോ ടാഗ്ഡ് അറ്റൻഡൻസ് ആണ്. ഫേക്ക് ചെയ്യാൻ പ്രയാസമാണ് സ്റ്റുഡൻസിന്. സ്റ്റുഡൻസിൻ്റെ എക്സിറ്റ് പാസ് തുടങ്ങി സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പേരൻസ് പോർട്ടലിൽ അത് ഓൺ മൂവിൽ തന്നെ അവരുടെ മൊബൈലിൽ അത് ലിങ്ക്ഡ് ആയിരിക്കും.
സോ സ്റ്റുഡൻസിനും ആൾവേസ് ക്ലാസ് സ്റ്റാറ്റസുകൾ അവർ ആബ്സെൻ്റ് ആയിരിക്കുന്ന ദിവസങ്ങളിൽ പോലും നടന്ന ക്ലാസ്സുകളെക്കുറിച്ചുള്ള ക്ലാസ് സ്റ്റാറ്റസുകളും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇൻഫർമേഷൻസും. സാധാരണ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന ഫീസ്, അതിൻ്റെ സ്ട്രക്ചറിങ് ഒക്കെ കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുക. അറ്റൻഡൻസ് ബേസ്ഡ് മാർക്ക് അലോക്കേഷൻസ് ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിനും അപ്പുറം കംപ്ലീറ്റ് നമ്മുടെ ഇൻറ്റേർണൽ റിസോഴ്സിനെ സ്റ്റുഡൻസിനും പഠനത്തിനും മാനേജ് ചെയ്യത്തക്ക വിധത്തിൽ ഫ്യൂച്ചറിൽ അവരുടെ പഠനം കഴിഞ്ഞ് നമ്മുടെ കോളേജിലെ റിസോഴ്സുകളെ നമ്മൾ അനുവദിക്കുന്ന ആ അളവിൽ അവർക്ക് യൂസ് ചെയ്യാനും നമ്മുടെ കോളേജുമായിട്ടൊരു നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ അവരുടെ ഒരു ലോങ് റൺ അവരുടെ ലൈഫിൻ്റെ പാർട്ട്ണർ ആയിരിക്കത്തക്ക വിധത്തിലാണ് കണക്റ്റ് ആവുന്നത്. വൺസ് നമ്മുടെ റോസ് ഉപയോഗിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക്, നഴ്സിംഗ് കോളേജിലേക്ക് ഒരു സ്റ്റുഡൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ടൈം അതിൻ്റെ ഒരു പാർട്ട്നേഴ്സ് ആയിരിക്കും അവർ. ആ രീതിയിൽ നമ്മുടെ കോളേജും ഫ്യൂച്ചറിൽ അവരുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നൊരു ഫീൽ അവർക്കും കൊടുക്കും, നമുക്കും അത്രയും സ്റ്റുഡൻസിൻ്റെ ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് ആൾവേസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസേഴ്സിന് നമ്മുടെ കൃത്യമായ അലോക്കേറ്റഡുള്ള ഒ പി കൺസൾട്ടേഷൻസും IP വിസിറ്റ്സും സർജറീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അലോക്കേറ്റ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റുഡൻസുമായിട്ട് ഡിജിറ്റലി ഷെയർ ചെയ്യാനുമുള്ള സംവിധാനം റോസിലുണ്ട്. സോ ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലേണിംഗ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ്റെ പേരാണ് റോസ്. നമ്മളുടെ ഡിജിറ്റലൈസേഷൻ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുള്ള ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. റിസോഴ്സ് ഓറിയൻറ്റഡ് സ്മാർട്ട് എഡ്യൂക്കേഷൻ റോസ്.